ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റീം എഞ്ചിനാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് വെള്ളം ചൂടായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലെയിമിലടിക്കുമ്പോഴാണ് ഈ മോട്ടർ കറങ്ങുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ഒരു എംറ്റി ക്യാനാണ്. അതിൻ്റെ സർഫസ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യണം. അത് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ബോൾ പെൻ്റെ ബോഡിയാണ്. അതിൻ്റെ റീഫിലറാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. റീഫിലർ ഒഴിച്ചിട്ടുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പുറകെയുള്ള ആ സർഫസ് മാറ്റി കളയണം. അടുത്തതായി നമുക്ക് വേണ്ടത് എംസിൻ്റെ പശയാണ്. എംസിൽ എന്ന് പറഞ്ഞാൽ 2 പശയാണ്. അത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കണം. ആദ്യം കൂട്ടിച്ചേർത്തിട്ട് വേണം ഇതിൽ വെച്ച് ഒട്ടിക്കാൻ. നന്നായിട്ട് ഗ്യാപ്പൊന്നും വരാത്ത വരെ ഒട്ടിക്കണം. കാരണം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കൂടെ സ്റ്റീം പുറത്തു പോകും, നല്ല പവർ കിട്ടില്ല. നന്നായിട്ട് ഒട്ടിക്കണം. അത് ഒട്ടാനൊരു 10-11 മിനിറ്റ് എടുക്കും. അതുവരെ നമ്മൾ മാറ്റി വയ്ക്കണം. ആ സമയത്ത് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുക്കുക, വേറെ ഓർമ്മ കൊണ്ട് എടുക്കുക. കാരണം നമുക്ക് കാർഡ്ബോർഡിൻ്റെ കട്ടിക്ക് വേണ്ടിയാണ് 2 കഷ്ണം എടുക്കുന്നത്. അടിയത്തെ കാർഡ്ബോർഡിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഒട്ടിക്കുക. നമുക്ക് ഈ ക്യാനൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു കാർഡ്ബോർഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് ഒരു ക്യാൻ എടുക്കണം. ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 1-2 ക്യാൻ വേണം. എന്നിട്ട് അത് പകുതി മുറിക്കുക. എന്നിട്ട് ഈ ക്യാൻ വെക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ ക്യാൻ അവിടെ സെറ്റാവാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ചെയ്യണേ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോകും. കാരണം മേളിൽ ക്യാനിൽ നിന്ന് ചൂടാവുമല്ലോ. ഒരിക്കലും ഗ്ലൂ ഗണ്ണ് ഇളകാതെ പറ്റും. നന്നായിട്ട് ഒട്ടിക്കണം. ഗ്ലൂ ഗണ്ണില്ലാത്തവർക്ക് വേറെ ഏത് പശ വെച്ചാലും ഒട്ടിക്കാം, കുഴപ്പമൊന്നും വരാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നു മാത്രം. എന്നിട്ട് ക്യാനിൻ്റെ മേളിലൊന്ന് വെച്ച് വെക്കുക. പാകമാണോ? അതെ, സെറ്റായി, കുഴപ്പമൊന്നുമില്ല. അത് സെറ്റായി. പിന്നെ കുറച്ച് കാർബോണിൻ്റെ പീസ് വേണം. നമുക്ക് മിനി മോട്ടർ വയ്ക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇത്ര അളവിൽ മുറിച്ചെടുക്കുക ഒട്ടിച്ചതിന് ശേഷം. പിന്നെ വേണ്ടത് ഒരു 9 വോൾട്ടിൻ്റെ മിനി മോട്ടറാണ്. ഞാൻ അടുത്താണ് ഇതാണ്. നിങ്ങൾ ഏതാണെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡിന് മേലെ മിനി മോട്ടർ നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ വേണ്ട ഒരു മെറ്റൽ ഷീറ്റാണ്. അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ടൊന്ന് പയ്യെ ബെൻഡ് ചെയ്ത് വയ്ക്കുക. ആ മെറ്റൽ ഷീറ്റിൻ്റെ ഉള്ളിൽ ഒരു റീഫ്ലെയർ കയറ്റി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മിനി മോട്ടർ വെക്കാൻ പാകത്തിന് സെറ്റാക്കി വെക്കാം. നടുക്കായിട്ട് റീഫ്ലെയർ ഓരം കയറ്റി വെച്ചാൽ നമുക്ക് മിനി മോട്ടർ കയറ്റി വയ്ക്കാൻ വേണ്ടിയാണ് അതിനനുസരിച്ച് ചെയ്യുക. അത് ഇളകി പോകാത്തത് നന്നായി ഗ്ലൂ ചെയ്യുക. കാരണം മിനി മോട്ടറിൻ്റെ പവർ വരുമല്ലോ, കറങ്ങുന്നതിൻ്റെ പവർ വരുമ്പോൾ ഇളകി പോകാത്തത് നന്നായിട്ട് ഒട്ടിക്കണം. നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. കാരണം സ്റ്റീം കൊള്ളുമ്പോൾ മിനി മോട്ടർ കറങ്ങും. ശരിക്കും ഗ്ലൂ ചെയ്തെങ്കിൽ പറഞ്ഞു പോകും. അതിൻ്റെ സ്റ്റീം വന്നതിൻ്റെ അളവിന് വെച്ച് തന്നെ ഒട്ടിക്കുക. നന്നായിട്ട് അടിയൊക്കെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുക. അത് മാറ്റി വയ്ക്കുക. നമുക്ക് വേണ്ടത് ഒരു CD ആണ്. പഴയ CD. അതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് LED വയ്ക്കുമ്പോൾ ഒരു റിഫ്ലക്ഷന് വേണ്ടി നമ്മൾ വെക്കണതാണ്. അത് മുറിച്ച്
ഒരു വി ഷേപ്പിൽ മുറിച്ച് അതുപോലെ എടുക്കുക. എന്നിട്ട് അതിലവണെ കൂട്ടിയിട്ടിച്ച് ഒരു റിഫ്ലക്റ്റീവ് സർഫസ് പോലെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഉള്ള ഒരു LED ഒക്കെ വെച്ച് വയ്ക്കുക. അതാണ് പൊട്ടിച്ച് വയ്ക്കാൻ പോകുന്നത്. അത് ഒട്ടിച്ച് വെച്ചു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ റിഫ്ലക്റ്റീവ് സർഫസ്. LED-യുടെ 2 കാലുകളാണ് കാണുന്നത്. അവിടെ നമ്മൾ മിനിമോട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് അവിടെ കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്. കത്തിക്കാൻ പോവാണ്. മെഴുകിലൊക്കെയാണ് വെക്കുന്നത്. മെഴുകിൽ കത്തിച്ചു, ഒരെണ്ണം കത്തിച്ചു, അവിടെ വെച്ചു. കുറച്ച് നേരം എടുക്കൂട്ടാ ചൂടാവാൻ. നമ്മൾ 2 മെഴുകുതിരിയിൽ വെക്കണുള്ളൂ. ഞാനാദ്യം 2 മെഴുകുതിരിയാണ് വെച്ചത്. വെക്കാത്ത കണ്ടപ്പോൾ 5-6 കയറ്റി വെച്ചു. അത് നമ്മുടെ ഇഷ്ടം പോലെ വെക്കാട്ടോ. മെഴുകുതിരി വെച്ച് സ്ഥലം അറിയാം. ഇപ്പോൾ ഇതുപോലെ 5-6 ഞാൻ കയറ്റി വെച്ചു. നന്നായിട്ട് സ്റ്റീം തള്ളുണ്ട്. സ്റ്റീം കറങ്ങുന്നതിന് പവറുണ്ട്, നല്ല പവറുണ്ട്. പയ്യാണ് കത്തണത് സ്റ്റീം. ഇനി ഇതുപോലെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം.